ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്നത് മുകേഷ് MLA അറസ്റ്റിലായി എന്നുള്ള വാർത്തയും അതുപോലെ തന്നെ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചു എന്നുള്ള വാർത്തയൊക്കെ തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെക്കുറിച്ച് തന്നെയാണ്. അതിനുമുമ്പ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മുകേഷ് MLA അറസ്റ്റിലായി. മുൻകൂർ ജാമ്യം ലഭിച്ചതുകൊണ്ട് തന്നെ മുകേഷിൻ്റെ അറസ്റ്റ് സാങ്കേതികമായിട്ടുള്ളൊരു അറസ്റ്റായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. രാവിലെ മുതൽ തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ മുകേഷ് ഹാജരായിരുന്നു. അഡ്വക്കേറ്റിൻ്റെ ഒപ്പമായിരുന്നു ഹാജരായിരുന്നത്. വടക്കാഞ്ചേരി പോലീസും അതുപോലെ തന്നെ മരട് പോലീസും രജിസ്റ്റർ ചെയ്ത 2 കേസുകളാണ് നിലവിൽ മുകേഷിനെതിരെ ഉള്ളത്. ഈ കേസുകളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടാണ് മുകേഷ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായത്. അതിനുശേഷം മുകേഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചതുകൊണ്ട് തന്നെ അത് സാങ്കേതികമായിട്ടുള്ളൊരു അറസ്റ്റ് രേഖപ്പെടുത്തൽ മാത്രമായിരിക്കും. അതായത് മുകേഷിന് ജയിലിലേക്ക് പോകേണ്ടി വരില്ല. അതായത് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിലായിരിക്കും വിട്ടയക്കുക. ഈ മുകേഷിൻ്റെ കാര്യത്തിൽ ഹർജി പരിഗണിക്കുമ്പോൾ, അതായത് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള ഹർജി പരിഗണിക്കുമ്പോൾ പരാതിക്കാരിയുടെ മൊഴികളിലുള്ള വൈരുദ്ധ്യങ്ങൾ കോടതി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതും മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിനൊരു കാരണമായിട്ടുണ്ടായിരുന്നു. പക്ഷേ സിദ്ദിഖിൻ്റെ കാര്യം അതങ്ങനെയൊന്നുമല്ല. സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയാണ് ഉണ്ടായത്. ആക്ച്വലി പല നടന്മാർക്കും ഈ കേസുകളിൽ ജാമ്യം ലഭിക്കുന്നതുകൊണ്ട് തന്നെ സിദ്ദിഖിനും ജാമ്യം ലഭിച്ചേക്കാം എന്നുള്ളൊരു പ്രതീക്ഷ സിദ്ദിഖിനുണ്ടായിരുന്നതാണ്. പക്ഷേ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ലഭിച്ചില്ല. അതുമാത്രമല്ല, കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുള്ളൊരു ഇൻട്രോഗേഷൻ അത്യാവശ്യമാണെന്ന് ഈ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി പറയുന്നുണ്ട്. നിലവിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനും സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ സിദ്ദിഖ് ഇപ്പോൾ എവിടെയാണെന്നുള്ളൊരു വിവരവുമില്ല. മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്, വീടുകളിലില്ല. അതായത് സിദ്ദിഖ് ഒളിവിലാണ്. ഈ ഒരു കാര്യത്തിൽ പരാതിക്കാരിയുടെ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ്. പ്രത്യേകിച്ച് സിദ്ദിഖ് അറസ്റ്റ് ചെയ്യപ്പെടാതെ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നിടത്തോളം കാലം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പരാതിക്കാരിയുടെ സ്വഭാവത്തെയും വിശ്വസ്തതയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സിദ്ദിഖിൻ്റെ ഭാഗത്തു നിന്നുള്ള വാദങ്ങളെയൊക്കെ തള്ളിക്കൊണ്ടാണ് കോടതി സിദ്ദിഖിന് ജാമ്യം നിഷേധിച്ചത്. കൊച്ചിയിൽ സിദ്ദിഖിന് വേണ്ടിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ സിദ്ദിഖിൻ്റെ അറസ്റ്റ് എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു കേസിൽ പരാതിയും അതുപോലെ തന്നെ സാഹചര്യ തെളിവുകളും എല്ലാം സിദ്ദിഖിനെതിരായിട്ടാണ് വന്നിരിക്കുന്നത്. പരാതിയിൽ പറഞ്ഞിരുന്ന ഹോട്ടലിൽ താമസിച്ച ദിവസം, സമയം, അതുപോലെ തന്നെ ആരൊക്കെ താമസിച്ചിരുന്നു, ഏത് മുറിയിലാണ് താമസിച്ചിരുന്നത്, അതുമാത്രമല്ല അന്ന് കഴിച്ചിരുന്ന ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാതിക്കാരി കൃത്യമായിട്ട് മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് സിദ്ദിഖിനെ കൂടുതലും കുരുക്കിലാക്കിയിരിക്കുന്നത്. സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ലഭിക്കാത്തതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിമാൻഡിലേക്ക് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സിനിമയിലും പുറത്തുമായിട്ടുള്ള സിദ്ദിഖിൻ്റെ ബന്ധങ്ങളൊക്കെ കണക്കിലെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരാതിക്കാരിയെ പ്രതിസന്ധിയിലാക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. നിലവിലിപ്പോൾ ഉള്ള അവസ്ഥ വരെയുള്ള റൂട്ട് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2024 ഓഗസ്റ്റ് 19 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു. ഓഗസ്റ്റ് 24 യുവനടിയുടെ ലൈംഗിക ആരോപണം വരുന്നത്. ഓഗസ്റ്റ് 25 AMMയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന്, അതായത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെക്കുന്നു. ഓഗസ്റ്റ് 27 ഈ നടി, അതായത് പരാതിക്കാരി DGPക്ക് പരാതി നൽകുന്നു. ഓഗസ്റ്റ് 28 മ്യൂസിയം പോലീസ് കേസെടുക്കുന്നു. പിന്നീട് സെപ്റ്റംബർ 1 മസ്കറ്റ് ഹോട്ടലിലെത്തിയിട്ട് തെളിവെടുപ്പ് നടത്തുന്നു. സെപ്റ്റംബർ 2 ഹൈക്കോടതിയിൽ സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നു. സെപ്റ്റംബർ 24 ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നു. പ്രസൻ്റിൽ ഇപ്പോൾ സിദ്ദിഖിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. ഈ ഒരു കാര്യത്തിൻ്റെ റൂട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്തി നിൽക്കുന്നത് ഇങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ മുകേഷിൻ്റെ കേസ് പോലെയല്ല, വളരെ ഗൗരവമായിട്ടാണ് ഈ കേസ് കോടതി പരിഗണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിദ്ദിഖിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ സിദ്ദിഖിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് തന്നെയുള്ള ഇൻട്രോഗേഷൻ അത്യാവശ്യമാണെന്ന് കോടതി പറഞ്ഞത്. നിലവിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ജാമ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാകുമെന്ന് വേണം നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പരാതിക്കാരിയുടെ സേഫ്റ്റി ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് ഹീ ഈസ് സ്റ്റിൽ ഔട്ട് ദെയർ, അങ്ങനെ വേണം പറയാൻ. ഏതായാലും ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.